അൽഹംദുലില്ലാഹ് അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ വഹുവ ഹയ്യുൽ ലാ യമൂത്ത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത്ത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തെ നോക്കിക്കാണേണ്ട ചില നിരീക്ഷണങ്ങൾ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണങ്ങളിലൂടെ പറഞ്ഞു വെക്കുകയുണ്ടായി. ഭൗതിക ജീവിതം എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിർണിതമായ ഒരു കാലയളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുകയും ഈ ഭൂമിയിലെ ജീവിതം അല്ലാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അഥവാ ഭൗതിക ജീവിതം അവന്റെ കർമ്മഭൂമിയാണ്. പരലോക ജീവിതം ആ കർമ്മഭൂമിയുടെ വിളവെടുപ്പ് കേന്ദ്രവുമാണ്. അതുകൊണ്ട് തന്നെ പരലോകത്തെ മുന്നിൽ നോക്കിക്കൊണ്ടല്ലാതെ ഭൗതിക ജീവിതത്തിലെ അവന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ അവന് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും അവസാന ഭാഗം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഓരോ വെള്ളിയാഴ്ച ദിവസവും സവിശേഷമായ പ്രാധാന്യത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും സത്യവിശ്വാസികൾ പാരായണം ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൽ കഹഫ്. 4 കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കുവെക്കുന്നുണ്ട്. ഗുഹയിൽ 300 വർഷം അല്ലെങ്കിൽ 309 വർഷം കഴിഞ്ഞുകൂടുകയും ഒരു പുനർജീവിതം പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ തിരികെ വരികയും ചെയ്ത സമൂഹത്തിന്റെ കഥ. മറ്റൊന്ന് 2 തോട്ടക്കാരുടെ കഥയാണ്. മറ്റൊന്ന് പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കഥയാണ്. 4ാമത് യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഈ സവിശേഷമായ 4 കഥകൾ പങ്കുവച്ചുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും സത്യവിശ്വാസിയുടെ മുമ്പിലേക്ക് ചോദിക്കുന്ന ചോദ്യം, കുൽ പ്രവാചകരെ അവരോട് പറയണം, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, ജീവിതം വെറുതെയായി പോയ ആളുകളെ കുറിച്ച് പറയട്ടെ. ആരുടെയെല്ലാമാണ് അവരുടെ കർമ്മഭൂമിയിൽ അവരുടെ കർമ്മങ്ങളൊക്കെയും വെറുതെയായി പോയ ആളുകൾ ആരാണ് എന്ന് പറഞ്ഞു തരട്ടെ. ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാം പരിശോധിച്ചാൽ കർമ്മങ്ങൾ മാത്രമാണുള്ളത്. ആ കർമ്മങ്ങളുടെ ധർമ്മവും ലക്ഷ്യവും എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുക എന്ന ധർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ സ്വർഗവുമാണ് ലക്ഷ്യം. ഒരു സെയിൽസ്മാൻ പണിയെടുക്കുന്നത് പോലെ, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് പണിയെടുക്കുന്നത് പോലെ ചില ടാർഗറ്റുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ ടാർഗറ്റുകൾ മറികടക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിൽ, അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട പണി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഭൂമിയിൽ അവന്റെ കർമ്മജീവിതം നിഷ്ഫലമായിരുന്നു എന്നർത്ഥം. ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, ഭൂമിയിൽ ഒരുപാട് വർണ്ണശബളമായ പ്രവർത്തനങ്ങൾ അയാൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ആ കർമ്മങ്ങളൊക്കെയും നിഷ്ഫലമായി പോയിരിക്കുന്നു. ആരാണ് അവർ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലദീന നല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ഭൗതിക ജീവിതത്തിൽ നിർവഹിച്ചിരുന്ന കർമ്മങ്ങൾ പിഴച്ചുപോയവരാണ്. അടിസ്ഥാനമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത, ഈമാനില്ലാത്ത കർമ്മങ്ങളായിരുന്നു അവർ ചെയ്തത്. ബാഹ്യമായി നോക്കിയാൽ കാണാനുണ്ട്, പക്ഷെ അതിന്റെ ആന്തരികമായ അതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ശൂന്യമായിരുന്നു. അല്ലദീന നല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിലെ അവരുടെ കർമ്മങ്ങളൊക്കെ, പ്രയത്നങ്ങളെല്ലാം വഴികേടിലായിരുന്നു, അല്ലെങ്കിൽ പിഴച്ചുപോയവയാണ്. മാത്രമല്ല വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ വിചാരിച്ചിരുന്നത് അവർ നിർവഹിക്കുന്നതൊക്കെ ശരിയാണ് എന്നവർ വിചാരിച്ചു. എന്റെ ചിന്ത ശരിയാണ്, എന്റെ അഭിപ്രായം ശരിയാണ്, എന്റെ ജീവിതം ശരിയാണ്, എന്റെ നിലപാടുകൾ ശരിയാണ്.
ഇങ്ങനെ ഞാൻ ശരിയാണ് എന്ന ഒരു ഞാൻ അനാനീയത്തിലേക്ക് ആ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയിരിക്കുന്നു. ഫഹബിതത് അഅ്മാലുഹും ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി. വാക്കുകൾ കൊണ്ട് അവർ അള്ളാഹുവിനെ അംഗീകരിച്ചവരായിരുന്നിരിക്കാം, പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന കാര്യവും പരലോക ജീവിതത്തെയും അവർ കർമ്മം കൊണ്ട് നിഷേധിച്ചു കളഞ്ഞവരാണ്. വാക്കുകളിൽ അവർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ട്. പക്ഷേ കർമ്മങ്ങളിൽ ആ ബോധം അവിടേക്ക് കടന്നു വന്നിട്ടില്ല. ഫഹബിതത് അഅ്മാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അവരുടെ കർമ്മങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി പോയവയാണ്. നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ ആ കർമ്മങ്ങൾ, അള്ളാഹുവെ ഞാൻ ഭൂമിയിൽ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ഞാൻ എത്ര വലിയ കാര്യങ്ങളാണ് ഞാൻ നിർവഹിച്ചത് എന്ന് പറയാനുണ്ടാകും. പക്ഷേ അതിനൊന്നിനും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഒരു ഭാരവും ആ കർമ്മങ്ങൾക്കുണ്ടാവുകയില്ല. അപ്പൂപ്പന്താടി പോലെ പാറിപ്പറന്നു പോയേക്കാം. പ്രിയമുള്ളവരെ, പഴന്തുണി ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്നത് പോലെ ഭൂമിയിൽ നിർവഹിച്ച കർമ്മങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുന്ന, ഇതാ കിടക്കുന്നു നിന്റെ നമസ്കാരം, ഇതാ കിടക്കുന്നു നിന്റെ നോമ്പ്, ഇതാ നിന്റെ ആരാധനകൾ, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ ദിക്റുകൾ, നിന്റെ ദുആകൾ, എനിക്കിതൊന്നും വേണ്ടതില്ല എന്ന് അല്ലാഹു വലിച്ചെറിയുന്ന ഒരു കൂട്ടരുണ്ടാകും. അഥവാ ഭൗതികമായ ജീവിതത്തെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രമപ്പെടുത്തിയെടുക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശൂന്യമായി പോയേക്കാം. എണ്ണയൊഴിച്ച ഒരു തറയിൽ, ടൈല് വിരിച്ച ഒരു തറയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു പളുങ്ക് പാത്രം വെച്ച് തന്നിരിക്കുന്നു. എന്നിട്ട് ആ തറയിലൂടെ തെന്നാതെ വീഴാതെ ഈ പളുങ്ക് പാത്രം പൊട്ടാതെ മറുകരയിലേക്ക് എത്തിക്കണം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആ പളുങ്ക് പാത്രം മനുഷ്യന്റെ ജീവിതമാണ്. ആ പളുങ്ക് പാത്രം ഉടയാതെ എത്ര ജാഗ്രതയോടുകൂടി എണ്ണയൊഴിച്ച തറയിലൂടെ ഒരു മനുഷ്യൻ നടക്കാൻ ശ്രമിക്കുമോ, അത്രയും ജാഗ്രതയോടുകൂടി അവൻ ഭൗതിക ജീവിതത്തെ നോക്കി കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലെ 2 തോട്ടക്കാരുടെ കഥ വിശദീകരിക്കുന്നുണ്ട്. ആ കഥയുടെ ഉള്ളടക്കത്തിൽ 2 തോട്ടക്കാർ എന്നിടത്ത് പലപ്പോഴും നമുക്ക് നമ്മുടെ മുഖം ദർശിക്കാൻ കഴിയും, പലപ്പോഴും നമുക്ക് നമ്മെ തന്നെ കാണാൻ കഴിയും. വദരിബ് ലഹും മസലർ റജുലൈനി ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈൻ. അവരോട് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. 2 വ്യക്തികൾക്ക്, ആ 2 വ്യക്തികളിൽ ഒരു മനുഷ്യന് ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈൻ, അവരിൽ ഒരാൾക്ക് നാം 2 തോട്ടങ്ങൾ സജ്ജീകരിച്ചു കൊടുത്തു. മിൻ അഗ്നാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ. നല്ല മുന്തിരിവള്ളികൾ, പന്തലിട്ട് വളർത്തിയ കുലകളായി കുലച്ചു കിടക്കുന്ന മുന്തിരിത്തോപ്പുകൾ 2 ആ മനുഷ്യന് കൊടുത്തു. ആ മുന്തിരിത്തോപ്പുകൾക്ക് ചുറ്റും അതിനെ വലയം ചെയ്തുകൊണ്ടുള്ള ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിൽ ധാരാളം വിളവുകൾ ഉണ്ടായിരുന്നു. കിൽതൽ ജന്നതൈനി ആതത് ഉക്ലഹാ വലം തദ്ലിം മിൻഹു ശൈഅൻ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. ആ തോട്ടത്തിൽ നിന്ന് ആ മനുഷ്യന് കൊടുത്ത വിളവുകളിൽ ഒരു കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തിയിരുന്നില്ല. മാത്രമല്ല, ആ തോട്ടത്തിന്റെ ഇടയിലൂടെ സമൃദ്ധിയായി ജലമൊഴുകുന്ന അരുവിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ട് ആ മനുഷ്യൻ വകാന ലഹു സമറുൻ ഫഖാല ലിസ്വാഹിബിഹി വഹുവ യുഖാബിറുഹു അനാ അക്സറു മിൻക മാലൻ വഅഅ്സു നഫറ. അദ്ദേഹം തന്റെ സുഹൃത്തിനോട്, ആ 2 മനുഷ്യരിൽ 2ാമത്തെ മനുഷ്യനോട് പറഞ്ഞു, ഈ വിളവുകളും
ജലസമൃദ്ധിയും ഫലസമൃദ്ധിയും കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോ നിന്നേക്കാൾ ആൾബലവും സമൃദ്ധിയുമുള്ള, നിന്നേക്കാൾ സമ്പന്നനും ആൾബലവുമുള്ളവനാണ് ഞാൻ എന്ന് തന്റെ സുഹൃത്തിനോട് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ വദഖല ജന്നതഹു വഹുവ മാലിമുൻ ലിനഫ്സിഹി, സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്ത രീതിയിൽ ആ മനുഷ്യൻ തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, അഥവാ ആ മനുഷ്യൻ കരുതിയത് അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ തോട്ടം എന്നായിരുന്നു. തന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടം, താൻ നട്ടു നനച്ച, താൻ വളമിട്ട, താൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ തോട്ടത്തിൽ ഇപ്പോൾ എനിക്ക് നല്ല വിഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ കൈകാര്യകർത്തൃത്വാവകാശം എനിക്ക് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തത്തോടെ അക്രമം ചെയ്തു ഈ മനുഷ്യൻ എന്ന് പറയുന്നു. ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരുപാട് വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തിനാണിത് നൽകിയത് എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ദുനിയാ ഖുൽവത്തുൻ ഖദിറ, തീർച്ചയായും ഈ ദുനിയാവ് പച്ചയും മധുരമുള്ളതുമാകുന്നു. വല്ലാഹു മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുർ കൈഫ തഅലമൂൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളെ മുസ്തഖ്ലിഫുകും ഫീഹാ, നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകിയിട്ട്, ഈ ഭൂമിയിലെ പ്രാതിനിധ്യം നൽകിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിരീക്ഷണമുള്ളത് കൊണ്ട് ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ, നിങ്ങൾ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അഥവാ മോഹിപ്പിക്കുന്ന, നിങ്ങളെ മോഹവലയത്തിൽ അകപ്പെടുത്തി കളയാവുന്ന ഈ ഭൗതികതയുടെ സകലമായ താല്പര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ സൂക്ഷിക്കാത്ത ഒരു മനുഷ്യൻ വാലിമുൽ ലിനഫ്സി, സ്വന്തം നഫ്സിനോട് തന്നെ അക്രമം ചെയ്തു പോയ മനുഷ്യനാണ്. ഖാലമാ അമുന്നു അൻ തബീദ ഹാദിഹി അബദ, ആ മനുഷ്യൻ പറഞ്ഞത്, എന്നിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ അനുഗ്രഹങ്ങളെ മാറ്റിക്കളയുകയില്ല. എനിക്ക് കിട്ടിയ ഈ സമ്പന്നത, എനിക്ക് കിട്ടിയ ഈ ആൾബലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മാറ്റിക്കളയുകയില്ല. വമാ അമുന്നു സാഅത ഖായിമതൻ വലഇൻ റുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, ഞാൻ ഇനിയൊരു മരണാനന്തര ജീവിതം അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ, നാളെ പാരത്രിക ലോകത്ത് ഹാജരാക്കപ്പെട്ടാൽ പോലും ഇതിനേക്കാൾ മെച്ചമായതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുക എന്ന് ഈ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ അയാൾ വിശദീകരിച്ചു കൊണ്ടിരുന്നു. ഖാല ലഹു സാഹിബുഹു വഹുവ യുഖാബിറുഹു അക്ഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല, ആ സാധുവായ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ആ മനുഷ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച, കേവലം മണ്ണിൽ നിന്ന് താങ്കളെ സൃഷ്ടിക്കുകയും പിന്നീട് ബീജഗണമാക്കി മാറ്റുകയും അതിൽ നിന്ന് പരിപൂർണനായ ഒരു മനുഷ്യനാക്കി തീർക്കുകയും ചെയ്ത അള്ളാഹുവിനെയാണോ താങ്കൾ വിസ്മരിച്ചു കളയുന്നത്? അള്ളാഹുവിനെ താങ്കൾ വിസ്മരിക്കരുത്. ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഈ ഭൗതിക വിഭവങ്ങൾ നിങ്ങളുടെ കൈവെള്ളകളിലേക്ക് വച്ചു തന്നത് എത്ര ചെറുതായിക്കൊള്ളട്ടെ, എത്ര വലുതായിക്കൊള്ളട്ടെ, അതിന്റെ ഉടമസ്ഥൻ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. ഏറ്റവും ഒടുവിൽ പ്രിയമുള്ളവരെ, ആ കഥ എങ്ങനെ പറഞ്ഞു വെച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ അഹങ്കാരത്തോടുകൂടി തന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ച ഈ മനുഷ്യന്റെ തോട്ടത്തിന്റെ മേൽ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് ചരൽക്കാറ്റ് ബാധിച്ച്, ആകാശത്ത് നിന്ന് ചുടുകാറ്റ് ബാധിച്ച് ഇതൊക്കെയും വെണ്ണീറായി പോകാൻ അള്ളാഹുവിന് നിസ്സാര പണിയേ വേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ നിന്റെ തോട്ടത്തിലൂടെ സമൃദ്ധിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഉറവകളെ അള്ളാഹു നിഷ്ഫലമാക്കി കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധം ആ ഉറവകളെ അള്ളാഹു പോക്കിക്കളഞ്ഞാൽ പകരം സംവിധാനിച്ചു തരാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല എന്ന് നീ കാലുറച്ചു ചവിട്ടിയിട്ടുള്ള മണ്ണിനെയും നീ തല ഉയർത്തിപ്പിടിച്ച ആകാശത്തെയും അതിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ നീ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഈ മനുഷ്യൻ അദ്ദേഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഏറ്റവും ഒടുവിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ മനുഷ്യന്റെ ഈ തോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു തോട്ടം
മുൻപ് അവിടെ ഉണ്ടായിരുന്നിട്ടില്ല എന്നതുപോലെ ആ തോട്ടത്തെ അള്ളാഹു നിഷ്ഫലമാക്കി കളഞ്ഞു. പടച്ച റബ്ബ് ആ മനുഷ്യനിൽ നിന്ന് അയാൾക്ക് നൽകിയ സകലമായ ഭൗതികതയെയും മാറ്റിയെടുത്തിട്ട് ഈ മറ്റു മനുഷ്യൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നിന്നിൽ നിന്ന് മാറ്റിയിട്ട് നിന്നേക്കാൾ നല്ല വിഭവങ്ങൾ എനിക്ക് നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ആ മനുഷ്യൻ ചേർത്ത് വെക്കുന്നു. അവിടെ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ തോട്ടക്കാരന്റെ മനസ്സ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഭവങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ ഭൗതിക താല്പര്യങ്ങളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും കടന്നു വരും. അതുകൊണ്ട് ആ കഥ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. തീർച്ചയായും ഭൗതിക വിഭവങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ഭൗതികതയുടെ അലങ്കാരങ്ങൾ മാത്രമാണ്. ആ അലങ്കാരങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലങ്കാരങ്ങളായി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാം. നേരെ മറിച്ച് അപകടങ്ങളായും വേണമെങ്കിൽ കൊണ്ടുപോകാം. അഥവാ ധിമാന സ്വഭാവമുള്ള നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെയും ധിമാന സ്വഭാവമുള്ള നിങ്ങളെ തിരിഞ്ഞുകൊത്താൻ പോന്ന അനുഗ്രഹങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് അടിവരയിട്ടുകൊണ്ട് പറയുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് കം തറക്കൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ, നിങ്ങൾക്ക് മുൻപ് എത്രയെത്ര സമൂഹങ്ങൾ, എത്രയെത്ര ആളുകൾ, പ്രബലരായ ഗോത്രങ്ങൾ, എത്രയെത്ര പ്രമാണിമാർ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ദുഖാനിലൂടെ ഭംഗിയായി അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു വെക്കും. നിങ്ങൾക്ക് മുൻപേ കടന്നുപോയ കോടീശ്വരന്മാരായ ആളുകളുണ്ട്. അവർക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഭൂമി ഉണ്ടായിരുന്നു. വമഖാമിൻ കരീം, ആദരണീയമായ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, നാം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ വളരെയധികം ഭൗതിക സന്നാഹങ്ങളോടുകൂടിയ അനുഗ്രഹങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. കദാലിക ഔറസനാഹ ഖൗമൻ ആഖരീൻ. എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ആ പ്രമാണിമാർക്ക് ശേഷം അതിനെ നാം മറ്റൊരു കൂട്ടർക്ക് അനന്തരമാക്കി കൊടുത്തു. കഴിഞ്ഞ ഖുതുബയിൽ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ നമുക്ക് നിഴലുണ്ടാകുന്നത് പോലെ ആ സൂര്യൻ മറ്റൊരിടത്തേക്ക് പോകുമ്പോ അതേ നിഴൽ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുന്നത് പോലെ മറ്റൊരു സമൂഹത്തിന് ഈ പ്രമാണിമാരുടെ സകലമായ സമ്പത്തിനെയും നാം വകവെച്ചു കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അവരിങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ അവരുടെ ആഢ്യത്വവും അവരുടെ സമ്പന്നതയും അവരുടെ ആൾബലവും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അവർ വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരയാൻ തയ്യാറായിട്ടില്ല. ആകാശവും ഭൂമിയും ഒരു തുള്ളി കണ്ണുനീര് പോലും, ഒരാവലാതിയും ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചൊരിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ എന്തിനു വേണ്ടിയാണ് മനുഷ്യന് നൽകിയത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പരലോകത്തേക്ക് നടന്നെടുക്കേണ്ടവരാണ്, നിങ്ങൾ യാത്രികരാണ്. നിങ്ങളുടെ യാത്ര മരണത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. ആ മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങളുടെ കൈവശമുള്ള സകലമായ ദുനിയാവുകളും നിങ്ങളെ നാളെ തിരിഞ്ഞുകൊത്താൻ പോകുന്ന അനുഗ്രഹങ്ങളൊക്കെ തിരിഞ്ഞു കൊത്താൻ പോകുന്നത് തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ചരിത്രം നമ്മോട് പറയുന്നു. നാം കേട്ട് സുപരിചിതമായ ഒരു ചരിത്രമുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തആല ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, ഇന്നലെ രാത്രിയിൽ ഞാൻ ഇശാ നമസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സുന്ദരിയായ ഒരു യുവതി എന്നെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ സുന്ദരിയായ യുവതി എന്നോട് ചോദിച്ചത്, എനിക്ക് പശ്ചാത്താപമുണ്ടോ, എനിക്ക് തൗബയുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. എന്താണ് നീ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, അവൾ വ്യഭിചരിച്ചിരിക്കുന്നു, വ്യഭിചാരത്തിലൂടെ ഗർഭം ധരിച്ചിരുന്നു, വ്യഭിചാരത്തിലൂടെ ഗർഭം ധരിച്ച കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ താൻ വ്യഭിചാരത്തിലൂടെ ഒരു തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകിയതാണല്ലോ എന്ന ആശങ്കയിൽ നിന്നുകൊണ്ട് നാളെ സമൂഹം തന്നെ കളിയാക്കുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളഞ്ഞിരിക്കുന്നു. അപ്പോ വ്യഭിചരിച്ചിട്ടുണ്ട്, ഗർഭം ധരിച്ചിട്ടുണ്ട്, പ്രസവിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്നാണ് ആ പെണ്ണിന്റെ ചോദ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് കൊടുക്കുന്ന മറുപടി,
പാപത്തിന്മേൽ പാപം ചെയ്ത നിനക്കെങ്ങനെയാണ് പശ്ചാത്താപം ഉണ്ടാവുക? നിനക്കെങ്ങനെയാണ് അല്ലാഹു പുറത്തു തരിക എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. പടിവാതിൽക്കലെത്തുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് ആ പെണ്ണിന്റെ വിലാപത്തിൽ, പടച്ചവനെ, നരകത്തിന്റെ അഗ്നിയിൽ കത്തിയെരിയാനായിരുന്നുവെങ്കിൽ എന്തിനാണ് എനിക്ക് ഈ സൗന്ദര്യം നൽകിയത് എന്നാണ്. അഥവാ സൗന്ദര്യമെന്ന അനുഗ്രഹം, സൗന്ദര്യമെന്ന ഒരു വലിയ അനുഗ്രഹം നാളെ നരകത്തിന്റെ അഗ്നിയായി മാറാനായിരുന്നുവെങ്കിൽ പടച്ചവനെ, എന്തിനാണ് നീ എനിക്കത് നൽകിയത് എന്ന് ഈ പെണ്ണ് വിലപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നതാണ് ചരിത്രം. പിന്നെയും പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയെ തട്ടിയിട്ട്, അബൂ ഹുറൈറ, നീ ചെയ്തത് അബദ്ധമായി പോയിരിക്കുന്നു. ആ സ്ത്രീയെ കണ്ടുപിടിക്കണമെന്നും ആരാണ് നിന്നോട് പറഞ്ഞത് ആകാശത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ പശ്ചാത്താപത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചിരിക്കുന്നു എന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹു വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു, ആ വാതിലുകൾ പിന്നെ കൊട്ടിയടക്കാൻ ആരാണ് അനുവാദം തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്വേഷിച്ച് നടന്ന് ഒരു പകൽ മുഴുവനും നടന്ന് സൂര്യാസ്തമയത്തോടടുക്കുമ്പോ ആ സ്ത്രീയെ കണ്ടുമുട്ടിയെന്നും അവരോട് അള്ളാഹുവിന്റെ റസൂൽ നിനക്ക് പശ്ചാത്താപമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന വിവരം പങ്കുവച്ചു എന്നുമൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചു വന്നത്, അനുഗ്രഹങ്ങൾക്ക് അങ്ങനെ ഒരു മുഖമുണ്ട്, അനുഗ്രഹങ്ങൾക്ക് ധിമാനമായ ഒരു മുഖമുണ്ട്. നമ്മെ തിരിഞ്ഞുകൊത്താൻ പോന്ന, നമ്മെ ചോദ്യം ചെയ്യാൻ പോന്ന, നമ്മെ പിടിച്ചു നിർത്താൻ പോന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ട കവാടത്തിന്റെ അരികിൽ നമുക്കെതിരെ സാക്ഷി പറയാൻ പോകുന്നതായിരിക്കും നമ്മുടെ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് വലിയ ജാഗ്രതയും കരുതലും ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ചുണ്ടാകണം. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്, നമ്മുടെ ഇണകളെ കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ വാഹനത്തെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്, നമ്മുടെ ഒഴിവ് സമയത്തെ കുറിച്ച് എന്ന് വേണ്ട, നാം ധരിക്കുന്ന വസ്ത്രത്തെയും നാം കഴിക്കുന്ന ആഹാരത്തെയും നാം ശ്വസിക്കുന്ന വായുവിനെയും നാം കുടിക്കുന്ന വെള്ളത്തെയും പോലും മുന്നിൽ വെച്ചുകൊണ്ട് നാം ചിന്തിക്കണം. ഇതൊക്കെയും എനിക്ക് നൽകിയത് എന്റെ നാഥനാണ് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ നാഥൻ ഇത് നൽകിയത് എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തെ, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി സിർറഹുല്ലാഹുൽ അസീസ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനെ പോക്കറ്റിൽ വെച്ചേക്കുക, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനെ നിങ്ങൾ കൈകളിൽ പിടിച്ചേക്കുക, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിനെ ഹൃദയങ്ങളിലേക്ക് കയറ്റിവിട്ട് നിങ്ങളെ നിയന്ത്രിക്കാവുന്നിടത്തേക്ക് നിങ്ങൾ ദുനിയാവിനെ നിയന്ത്രിക്കണം. നിങ്ങളെ ദുനിയാവ് നിയന്ത്രിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരലോകത്തേക്കുള്ള യാത്ര അത്രയും ദുഷ്കരമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ ഒരു മുന്നൊരുക്കം അവൻ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നാം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ റജബ് മാസത്തിലൂടെയാണ്. റജബ് മാസം അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയ, അള്ളാഹു ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ്. ആ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ജീവിതം മുന്നൊരുക്കത്തിൻ്റെതായിരുന്നു. വിശുദ്ധ റമളാനിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാൻ കടന്നു വരുന്നതിന്റെ 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാൻ, അല്ലാഹുമ്മ സല്ലിം ലി റമളാൻ തസല്ലമഹു മിന്നി മുതഖബ്ബല എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ, അല്ലാഹുവേ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ, ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെയും നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സഹാബാക്കൾ എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പലപ്പോഴും നാം കേട്ടുപരിചയമുള്ള അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതല്ലെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെ പറയപ്പെടുന്ന, അങ്ങനെ നാം കേട്ടുപരിചയമുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബന, ഞങ്ങളെ നീ റജബിലും ശഅബാനിലും നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഇലാ റമളാൻ എന്ന് പറയുന്ന പ്രാർത്ഥന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല, പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചു എന്ന് കരുതിയിട്ട് കുറ്റവുമില്ലാത്ത പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു മുന്നൊരുക്കത്തിന്റെ ഘട്ടമാണ്. ദുനിയാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് പരലോകത്തിലേക്ക് പോകാനുള്ള ഒരു മുന്നൊരുക്കം നടത്തേണ്ട ഇടമാണിത്. അതുപോലെ തന്നെ വിശുദ്ധ റമളാനിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കം നടത്തണം. എങ്ങനെയാണ് മരണത്തെ മുന്നിൽ കാണുന്ന ഒരു സത്യവിശ്വാസി മരണം അടുത്ത നിമിഷം സംഭവിക്കാനുണ്ട് എന്നത് മുന്നിൽ കാണുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് പുറകെ പോകാൻ കഴിയുക എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ചോദിച്ചു വെക്കുന്നത്. ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാകാം,
ഒരുപാട് അമലുകൾ ഉണ്ടാകാം. പക്ഷെ ആ അമലുകളൊക്കെയും നാളെ റബ്ബിന്റെ മുമ്പിൽ അപ്പൂപ്പന്താടി പോലെ കനമില്ലാതെ പാറിപ്പറന്നു പോകുന്ന ഒരു കൂട്ടരെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നിടത്ത് നിന്നാണ് ഞാൻ തുടങ്ങി വെച്ചത്. പ്രിയമുള്ളവരെ, വിനീതമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാകണം. സൂറത്തുൽ കഹ്ഫ് നേരത്തെ വരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പുറമേ നിന്ന് സംസാരിക്കാതെ പള്ളിയിലേക്ക് കയറിയിരുന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ, അത് വായിക്കാനും അത് പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. സുബഹി നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ അതിനുവേണ്ടി കൂടി സമയം കണ്ടെത്തുക. അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള നോട്ടമാണ്. ഓരോ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന മനുഷ്യനെ അവന്റെ ജീവിതത്തിലേക്ക് നോക്കാനാണ് പ്രേരിപ്പിക്കുന്നത് എന്നുകൂടി അടിവരയിട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നാളെ അവന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഭൗതിക ജീവിതത്തെ പാകപ്പെടുത്തിയെടുത്ത് എല്ലാത്തിനും റബ്ബിന്റെ കോടതിയിൽ കലന്തൂങ്ങുന്ന അമലുകളുമായി കടന്നു ചെല്ലാൻ കഴിയുന്ന സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.